ഞാൻ എന്താന്ന് ഇവിടെ നിൽക്കണേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? വേറെ ഒന്നല്ല, ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതൊന്നുമില്ല. ഇന്ന് എനിക്കൊരു ഇടം വരെ പോകാനാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ വിചാരിക്കും ഞാനിപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ളത്. എനിക്ക് ഹസ്ബൻഡ് വീട്ടിൽ പോണ വഴി ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? രാവിലത്തെ ഞാൻ അനിയത്തി ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഒടുക്കത്ത വിശപ്പ്. അവൾക്കല്ല കേട്ടോ, എനിക്ക്. അമ്മേ ഫുഡ് ചോദിച്ചത് ഞാനാണെങ്കിലും കഴിച്ചത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ. ദോശയും പിന്നെ അതിനുള്ളിൽ കറി വെച്ച് മസാല ദോശയും വട മേടിച്ചതാണ് കേട്ടോ. പിന്നെ ചട്നിയും ചായയും കൂടി രാവിലത്തെ ഭക്ഷണം അങ്ങനെ കഴിച്ചു. ഇവന്റെ കൂടെ ഞാൻ കളിക്കും, ഇവന്റെ കൂടെ കളിക്കാനൊക്കെ വരും കേട്ടോ. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരാൾക്കാരെ വെയിറ്റ് ചെയ്യണം. ഹായ് പറഞ്ഞേ, ഹായ് പറയ്, ഹായ് പറയ്, പറയ് ഹായ് പറയ്. അങ്ങനെ ഒരാഴ്ചത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അവരെത്തിയിട്ടോ. അത് മറ്റാരുമല്ല, എൻ്റെ പ്രിയ ഭർത്താവും പിന്നെ അമ്മയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും നാളെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അതിൻ്റെതായ കാരണമുണ്ട്. ചില സാങ്കേതിക കാരണങ്ങൾ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ പെട്ടുപോയതാണ് ഗൈസ്. അങ്ങനെ രണ്ടമ്മമാരും കുശലം പറയുന്നതിനിടയിൽ ഞാൻ അച്ഛനെ വിളിച്ചിട്ടോ യാത്ര പറയാനാണ്. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി മോളെ എന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കാത്തതുകൊണ്ട് തന്നെ അച്ഛനത് പറയാനും പോയില്ല. അങ്ങനെ അച്ഛനോടും ടാറ്റാ ബൈ ബൈ സിയോ പറഞ്ഞ് പോകാൻ നേരത്താണ് അത് ഓർമ്മ വന്നത്. ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം എടുക്കാൻ മറന്നുപോയി. വേഗം ഓടിച്ചു അനിയത്തി. അവൾ എടുത്തിട്ട് വന്ന് മന്ദം വരുമ്പോഴേക്കും അവളുടെ ഫയലും മേടിച്ച് അപ്പൊ ഞാൻ വിശന്നിരിക്കായിരുന്നു. അപ്പൊ അമ്മ എനിക്ക് മോരുവെള്ളം കൊണ്ടു. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കാത്തിരുന്ന ആൾക്കാര്. ഇപ്പൊ ഇവര് നമ്മളെ വന്നു പിക്ക് ചെയ്യാനായിട്ട്. നമ്മൾ പൊക്കോണ്ടിരിക്കുക കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് ഇഷ്ടമല്ലേ ഹോസ്പിറ്റലിൽ പോകാൻ, പക്ഷെ എന്താ ചെയ്യാ, പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ. എന്താ രാവിലെ വിശക്കുണ്ടോ? ആ വിശക്കുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മേടിച്ച് കഴിക്കണം. എന്താ മേടിക്കാൻ അപ്പൊ ഒരാൾക്ക് വിശക്കുണ്ടെന്നാണ് പറയണത്. അപ്പൊ നമ്മൾ നവ്യയില് പോയിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് മേടിക്കും. ആ കണ്ട, കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക ഗൈസ്. റോഡില് വണ്ടികളൊക്കെ ചീറി പാഞ്ഞു പോണ സമയത്ത് നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അമ്മയുടെ മോന് വിശക്കുണ്ടെന്നാ പറയണേ. ഏറ്റവും ഇഷ്ടം നവ്യ ബേക്കറിന്ന് എന്തെങ്കിലും വാങ്ങിക്കുന്നതാണ്. സ്നാക്സ് വാങ്ങിച്ച് നമുക്കൊന്നും വിശക്കണില്ല. എനിക്ക് വിശക്കണില്ല, അമ്മയ്ക്ക് വിശക്കണില്ല. ചട്നി പിന്നെ മുട്ട പുഴുങ്ങിയതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാനും ദോശ കഴിച്ചു, എനിക്കും വിശക്കണില്ല. അപ്പൊ എന്റെ ഭർത്താവിന് വിശക്കുന്നുണ്ട്. ഈ ഭാഗമൊക്കെ കഴിച്ചിട്ടുണ്ട്. പറഞ്ഞ ഭർത്താവിന് വിശപ്പ് കൂടുതലുകൊണ്ട് ഭർത്താവിന് വീണ്ടും സ്നാക്സ് കഴിക്കാം. കുട്ടി ശരിക്കും വണ്ടിയിട്ടല്ലേ പെട്ടു. അതെ, രാവിലെ വീട്ടിൽ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കൊണ്ട് തന്നെ കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് വീണ്ടും വിശപ്പ് തുടങ്ങും. പിന്നെ ഏതെങ്കിലും ബേക്കറി കയറി എന്തെങ്കിലും സ്നാക്സ് മേടിച്ച് കഴിക്കുക എന്നുള്ളതൊരു ഹോബിയാണ്. അവൻ്റെ മാത്രമല്ല കേട്ടോ, എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ എൻ്റെ ക്രേവിങ്സ് ഇപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നത്. എന്താ മേടിച്ചേ? നോക്കട്ടെ, എന്താ മേടിച്ചേ? എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട് ഗൈസ്. കുറെ ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഒരാളെ കടയ്ക്ക് പറഞ്ഞു വെച്ചാല് കട മുഴുവൻ മേടിച്ചിട്ട് വരും. രാവിലെ തന്നെ സമൂസ കഴിക്കുന്നവർ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മ നല്ല കുട്ടിയമ്മ രാവിലെ തന്നെ ജങ്ക് ഫുഡൊന്നും കഴിക്കില്ല. പക്ഷെ അമ്മയുടെ മോൻ അങ്ങനെയല്ല. രാവിലെ ഇഡ്ഡലി കഴിച്ചാലും ദോശ കഴിച്ചാലും പുറത്തു പോയാൽ ജങ്ക് ഫുഡ് കഴിക്കും. അമ്മയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ സമൂസ സാൻഡ്വിച്ച് എല്ലാം കുത്തിക്കയറ്റി അതുപോലെ തന്നെ നേരം വൈകി ഞങ്ങൾ ഫൈനലി ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ്. സരോജ ഹോസ്പിറ്റൽ ഇവിടെയാണ് എന്നെ കാണിച്ചിട്ടുള്ളത്.
ഞാൻ ഹോസ്പിറ്റലിലെത്തി ഞാനും അമ്മയും അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി അവൻ പാർക്കിങ്ങിലോട്ട് പോയി. ഞാൻ ഒ പി ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ആ കാര്യം അമ്മ ഓർമ്മിപ്പിച്ചത് മാസ്ക് വെക്കാനായിട്ട്. എല്ലാ പ്രഗ്നൻറ്റ് ലേഡീസും ഈ ടൈമിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാസ്ക് വെക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് എവിടെ പോയാലും മാസ്ക് വെക്കുക. പൊതുവേ എനിക്ക് മറവിയുള്ള കാര്യം ഞാൻ ഓർക്കാറുമില്ല, വെക്കാറില്ല. പക്ഷെ അമ്മ എന്നെ കൂടെ വന്നെല്ലാം ചെയ്തു തരും കേട്ടോ. ഹോസ്പിറ്റലിൽ എത്താൻ ലേറ്റ് ആയതുപോലെ തന്നെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് തിരിച്ചിറങ്ങാനും അതുപോലെ ലേറ്റായി കേട്ടോ. സമയം 1:30. അയ്യോ വിശന്നിട്ട് വയ്യ. വിശപ്പിൻ്റെ വിളി അങ്ങ് മൂർജിതാവസ്ഥയിലെത്തി. ഒന്നും നോക്കിയില്ല, തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെ പോകാൻ തീരുമാനിച്ച് നേരെ വന്ന അലങ്കാർ ഹോട്ടലിലേക്കാണ് കേട്ടോ. ഒന്നും നോക്കാതെ തന്നെ ഞങ്ങൾ 3 പേരും ചാടി ഓടി കയറി, കാരണം വിശപ്പ് സഹിക്കാൻ വയ്യ. അതിനുശേഷം എന്താ ഉണ്ടായെന്നൊരു ഓർമ്മയില്ല. വിശപ്പിൻ്റെ ആ നിഗൂഢതയിൽ ഓർഡർ ചെയ്തതിനേക്കാട്ടും സ്പീഡിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് അച്ഛനുള്ള പാഴ്സൽ മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട്, അച്ഛൻ വരാത്തതുകൊണ്ട് തന്നെ അച്ഛനുള്ള പാഴ്സൽ മേടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഏറ്റവും ഇഷ്ടമായത് ചെടിച്ചട്ടി രാവിലെ വേഗം വിട്ടോടാ ചെടിച്ചട്ടി പൊട്ടിയത്. നല്ല ഫുഡായിരുന്നു അല്ലേ? അതവൻ എന്താ പറയുന്നുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭാര്യയുടെയും അമ്മയുടെയും മുഖം നോക്കി പുഞ്ചിരിച്ച് വണ്ടി ഓടിക്കുന്ന അവരെ മുന്നിൽ ഒരു ചെടിച്ചട്ടി കണ്ടില്ല. ഒച്ചടിക്ക് 4 പീസായി. ഹോസ്പിറ്റലിൽ കാര്യം കാണാത്ത ഞങ്ങളുടെ ഭാഗ്യം. നല്ല ഫുഡായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചോറും കഴിച്ചു, ഫ്രൈഡ് റൈസും കഴിച്ചു, ഡ്രാഗൺ ചിക്കൻ കഴിച്ചു. അമ്മയ്ക്ക് എന്താ ഇഷ്ടപ്പെട്ട? എനിക്ക് എല്ലാം ഇഷ്ടമായി. കൂടുതൽ ഇഷ്ടമായത് അങ്ങനെ ഡ്രാഗൺ ചിക്കൻ. ഒരാൾക്ക് ഡ്രാഗൺ ചിക്കൻ ഇഷ്ടമായത്. പക്ഷെ എനിക്ക് ഫിഷ് കറി മീൽസ്. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു പുതിയ സ്പോട്ട് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ ഫുഡ് കഴിക്കാൻ. നമ്മളെപ്പോഴും താമസിക്കും പോയത്. നമ്മള് താഴത്തടല്ല, അതെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതിയെന്ന് എനിക്ക്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ അത് പറയുന്നത്, മോനെ വീട്ടിലെ ഫ്രൂട്ട്സ് എല്ലാം കഴിഞ്ഞു, കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കണം. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഫ്രൂട്ട്സ് കിട്ടിയാ? ഫ്രൂട്ട്സ് മാത്രം മേടിച്ച് കഴിഞ്ഞാൽ പച്ചക്കറിക്ക് വിഷമാവില്ലേ? എപ്പോഴും മത്സ്യമാംസാദികൾ മാത്രം കഴിച്ചാൽ മതിയോ? ഇറച്ചി മീൻ മാത്രം വേണ്ട ഈ പിള്ളേർക്ക്. അമ്മയുടെ സ്ഥിരം പല്ലവി തുടങ്ങി. അങ്ങനെ അടുത്തുള്ള ശശിയേട്ടൻ്റെ കടയിൽ നിന്ന് കുറച്ച് ജൈവമാർന്ന പച്ചക്കറികൾ മേടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. ശശിയേട്ടൻ്റെ കട ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കടയാണ് കേട്ടോ. മുണ്ടത്തിക്കോട് ജംഗ്ഷനിലുള്ള കടയാണ്. ജൈവമാർന്ന പച്ചക്കറികളും അതുപോലെ തന്നെ അണുനാശിനിയും കീടനാശിനിയും ഒന്നും അടിക്കാത്ത കുറേ രുചികരമായ പച്ചക്കറികളും അവിടെ നിന്ന് കിട്ടും. സ്ഥിരമായി ഞങ്ങൾ അവിടെ നിന്നാണ് കേട്ടോ പച്ചക്കറി മേടിക്കാറ്. അങ്ങനെ മേടിച്ച പച്ചക്കറി മലഞ്ചരക്കെല്ലാം തട്ടിക്കൂട്ടി കാറിൽ പറക്കി കയറ്റി ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോയിട്ടോ. ഇനി നേരെ വീട്ടിലോട്ടാണ്. വീട്ടിലോട്ട് പോയി സുഖമായി ഒന്ന് കിടന്നുറങ്ങണം. അതായിരുന്നു എൻ്റെ അടുത്ത ലക്ഷ്യം. പച്ചക്കറി മേടിക്കുന്ന അമ്മ, പഴം മേടിക്കുന്ന അമ്മ, വീട് തുറക്കുന്ന അമ്മ, എല്ലാരും ചെയ്യണത് അമ്മ തന്നെ. വേറെ ആരും ഇവിടെ പണിയെടുക്കില്ല എന്നല്ല, അങ്ങനെയല്ല കേട്ടോ. അവിടെ എല്ലാവരും പണിയെടുക്കും, ഞാനൊഴികെ. അപ്പോൾ നമ്മുടെ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.